ഒരു ദിർഹം കൂടി. ഒരു ദിർഹം കൂടി. എന്ന് വെച്ചാൽ നാളെ തന്നെ മുഴുവൻ പൈസ തരണ്ടേ അബ്ദുള്ളേ? This is your excuse, not the answer. ഒന്നുകിൽ നീ നാട്ടിലെത്തണം, അല്ലെങ്കിൽ ഷാനിബൈ ഇവിടെ എത്തണം. ഓക്കെ? ലത്തീഫ് അളിയനോടും വിശദമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. മൂപ്പർക്ക് എന്താ തോന്നുന്നെന്ന് പഠിച്ചോനറിയാം. എന്റെ അഭിപ്രായത്തിൽ മൂപ്പർക്ക് ഒരു പരാതി ഉണ്ടാവില്ല. ഓഹോ, ദുബായിലേക്കാണല്ലേ? നല്ല സ്ഥലം. ഗൾഫുകാരനാകാൻ പോകുന്ന സ്ഥിതിക്ക് ഞാനൊരു ഉപദേശം തരാം. ഇവിടെ വന്നതിന് ശേഷം ആദ്യമായിട്ട് എന്നെ ചെയ്യാൻ ഏൽപ്പിച്ച പണി ഇതെന്താ മനസ്സിലായ നിങ്ങൾക്ക്? മൊബൈൽ ഫോണാണ്. നികുതിയൊക്കെ കൃത്യമായിട്ട് അടുക്കലുണ്ട്. ഈ കഴിഞ്ഞ കൊല്ലം വരെ അടിച്ചിട്ടുണ്ട് ആചാര്യ. ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ. ഒരു ജ്യേഷ്ഠൻ ഉണ്ടായിരുന്നു, 8 വർഷം മുമ്പ് മരിച്ചുപോയി. ആക്സിഡന്റ് ആയിരുന്നു. ഫാമിലി പ്രോബ്ലം? കമ്പനി ഡസന്റ് ഹാവ് എനി സൊല്യൂഷൻ ഫോർ യുവർ ഫാമിലി പ്രോബ്ലം. ടീക്ക് എന്നൊക്കെ പറഞ്ഞിട്ടേ അവസാനം വാടക എന്റെ കീശയിൽ നിന്ന് എടുത്തു കൊടുക്കേണ്ട അവസ്ഥ ഉണ്ടായത്. ഒരുത്തനെയും കൂടി കൊണ്ടുപോയി ഫിറ്റ് ചെയ്താൽ അത്രയും കൂടി വാടക കുറഞ്ഞു കിട്ടല്ലോ എന്ന് വിചാരിച്ചു. എന്താ ജബ്ബാറ ഈ പറയണത്? ഇതെന്താ കുട്ടിക്കളിയാ? എനിക്ക് പറ്റൂല. ഒരു പെണ്ണിന്റെ ജീവിതം അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കേ. അങ്ങനെയല്ല ആചാര്യ, ആ പെണ്ണിനൊരു ജീവിതം തിരിച്ചു കിട്ടുകയാണ് ചെയ്യുന്നത്. അതിന് ബാക്കില്ലേ 3650 ഉറുപ്പ്യ. ഉപ്പ കയ്യിൽ വെച്ചോളി. വേണ്ട, അനക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടാവും. അല്ല, ദുപ്പാന്റെ കയ്യിൽ നിന്നുണ്ടോ? കുഞ്ഞാനെ ഇപ്പൊ എനിക്ക് സമാധാനമായി. എന്റെ സമാധാനം പോയി. കരയിപ്പിക്കാനല്ല, നിന്നെ പൊന്നുപോലെ ഞാൻ നോക്കുന്നത്. എനിക്ക് ആയുസുള്ളിടത്തോളം കാലം നിനക്കൊന്നിനും ഒരു കുറവും ഞാൻ വരുത്തൂല. ഏതായാലും നിന്റെ ഒരു അവസ്ഥ കഷ്ടം. ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം പ്രസാദേ? ഏതെങ്കിലും ഒരു പാവപ്പെട്ട വീട്ടിലെ കുട്ടിയെ കെട്ടിയാൽ മതിയായിരുന്നു. Where's your target? Where's your aim? Why didn't you take action before happening this? ഞാൻ പറയുന്ന കേട്ട് ഞെട്ടരുത്. റൂഫ് ഗൾഫിൽ നിന്ന് വരുന്നുണ്ട്. മറ്റന്നാൾ ഇവിടെ ഇറങ്ങും. കര കാണാ കടലലകൾ, മിഴിനീരായി തിരയലകൾ, തുഴയെറിയാൻ കൂട്ടുവരൂ കടൽ പക്ഷി നീ, കിനാവിന്റെ തീരത്തെ ഇണപ്പക്ഷി നീ. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, പ്രായം ഞാൻ നോക്കൂല. കുക്കിന്റെ പണി കൃത്യമായി ചെയ്തിട്ടില്ലെങ്കിൽ മുട്ടുകാല് കയറ്റിയും തരും ഞാൻ. എല്ലാം എനിക്കറിയാം. ഞാൻ എല്ലാം സഹിക്കാൻ തയ്യാറാണ്. എന്റെ അധികാരത്തിൽ വരുന്ന ഒരു സംഗതി നടപ്പിലാക്കാൻ എനിക്കെന്തിനാ നിങ്ങളുടെ സമ്മതം? ഇനി അഥവാ എനിക്കതിന് കഴിയാതെ പോയാൽ അവൾക്ക് എന്റെ ഭാര്യയായി തുടരാം. എന്റെ ഭാര്യയ്ക്ക് നിങ്ങളത് മറക്കണ്ട. നീ നോക്കിക്കോ, ഇപ്പൊ നീ ഒരു ഉറച്ച തീരുമാനം എടുത്തില്ലെങ്കിൽ നാളെ നീ ഒരു മുഴുക്കുടിയനായി തീരും. നാട്ടിൽ നിന്ന് ആര് വിളിച്ചാലും ഫോൺ എടുക്കൂല, കത്തയച്ച മറുപടിയില്ല. ഉമ്മാന്നുള്ളവന്റെ ഒരു വിളി കേട്ട് മരിച്ചാലും വേണ്ടില്ല. നിനക്ക് വലിയൊരു പണക്കാരിയെ കല്യാണം കഴിക്കണം, അത്രയല്ലേ ഉള്ളൂ. വെരി സിമ്പിൾ. അതിനൊക്കെ വേണ്ടിയാണ് ഈ കമ്പനിയിൽ നിന്നോട് സജീവാകാൻ പറയുന്നത്. മനുഷ്യന്മാരെ ചോദ്യം എനിക്ക് പ്രശ്നം. പരിചയമുള്ളവരൊക്കെ കടം വാങ്ങി കൂട്ടിയോണ്ട് തല പൊക്കി നടക്കാൻ കഴിയുന്നില്ല. ഒരു ദിർഹം കൂടി. ഒരു ദിർഹം കൂടി. കാത്തിരിക്കുക.